വിമർശനങ്ങളും ചവിട്ടിത്താഴ്ത്തലുകളും സ്വന്തം ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച നിരവധി പേർ നമ്മളുടെ ഇടയിലുണ്ടാവും. നമുക്കങ്ങനെ പലരെയും അറിയാം. ഈ വിമർശനങ്ങളിലും ചവിട്ടിത്താഴ്ത്തലുകളിലും പതറിപ്പോയവർ ജീവിതത്തിൽ ഒന്നുമില്ലാതായി പോയിട്ടുണ്ടാവും. എന്നാൽ മറ്റു ചിലരുണ്ട്, എല്ലാ വിമർശനങ്ങളെയും ചവിട്ടിത്താഴ്ത്തലുകളെയും ചവിട്ടുപടികളാക്കുന്നവർ. അവർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഒരു കഥയുണ്ട്, ഇത് പലരും കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. വയസ്സനായ ഒരു കുതിര പറമ്പിലെ പൊട്ടക്കിണറ്റിൽ വീണു. യജമാനൻ അതിനെ പൊക്കിയെടുക്കാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അവസാനം അയാൾ തീരുമാനിച്ചു, ഈ കുതിരയ്ക്ക് വയസ്സായി, ഇനി കഷ്ടപ്പെട്ട് പൊക്കിയെടുത്താലും അധികം ഒന്നും പണിയെടുക്കാൻ അതിന് കഴിയില്ല. കാരണം പ്രായാധിക്യം മൂലം വല്ല അസുഖം വന്നാൽ പിന്നെ ഇതിനെ ചികിത്സിക്കാൻ തന്നെ വല്ലാത്ത ചെലവാകും. അതുകൊണ്ട് അതിനെ കിണറ്റിലിട്ട് മൂടിക്കൊള്ളാൻ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് അയാൾ അയാളുടെ വീട്ടിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അയാൾ മടങ്ങി വന്നപ്പോൾ കണ്ടത് ആ വയസ്സൻ കുതിര പുറത്ത് മുറ്റത്തൂടെ മേയുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കിണർ മൂടാൻ വേണ്ടി പണിക്കാർ കൊട്ടയിൽ മണ്ണ് കൊണ്ടുവന്നിട്ടത് കുതിരയുടെ മുകളിൽ ഓരോ പ്രാവശ്യവും തന്റെ ശരീരത്തിലേക്ക് വീഴുന്ന മണ്ണ് അപ്പോൾ തന്നെ കുതിര കുടഞ്ഞു കളയും. എന്നിട്ട് താഴെ വീണ മണ്ണിൽ കയറി നിൽക്കും. ഒടുവിൽ കിണർ മണ്ണുകൊണ്ട് നിറയുകയും കുതിര പുറത്തു വരികയും ചെയ്തു. ഇതൊരു പഴയ കഥയാണ്, പലരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ പലവിധ സ്വഭാവ വിശേഷങ്ങളുള്ള ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അനാവശ്യമായി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അതിലേറെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മെ പരമാവധി ചെളി വാരിയെറിയും, ചൊറിയും. ചിലപ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടിട്ട് ഈ ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന വിധത്തിൽ നമ്മുടെ മനോനില അവതാളത്തിലാകാൻ ഇടയുണ്ട്. കാര്യങ്ങൾ നാം എത്ര ആത്മാർത്ഥമായി ചെയ്താലും നല്ലത് പറയാൻ അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അധികമാരും മുന്നോട്ട് വന്നെന്ന് വരില്ല. എന്നാൽ നിസ്സാരമായ തെറ്റുകൾക്ക് നമ്മെ നിന്ദിക്കാനും ചെളി വാരി എറിയാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ മനസ്സ് തളർന്നു പോകുന്നവരാണ് അധികവും. എന്നാൽ തളരാതെ കുതിരയുടെ കഥ പോലെ ആ ചെളിയെല്ലാം കുടഞ്ഞു കളഞ്ഞ് ചവിട്ടുപടിയാക്കി അതിന്മേൽ കയറി നിൽക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ ഉന്നതിയിലേക്ക് ചവിട്ടി കയറാനും ജീവിതത്തിൽ വിജയം വരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഹാവ് എ നൈസ് ഡേ.